ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു മോർണിംഗ് വ്ളോഗാണ്. അപ്പം രാവിലത്തെ കുറച്ച് തിരക്കും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻസും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കിച്ചണ് രാത്രി തന്നെ നമ്മളെല്ലാം ക്ലീൻ ചെയ്തിടുന്നതുകൊണ്ട് കിച്ചണിൽ കയറാൻ തന്നെ നല്ല സുഖമാണ് കേട്ടോ. എല്ലാം ക്ലീൻ ആയിട്ടിരിക്കും. അതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്ന മാവും പിന്നെ നമ്മൾ ദോശ ബാറ്ററും പിന്നെ സാമ്പാറിൻ്റെ കുറച്ച് കഷ്ണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും പിന്നെ സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് കുറച്ച് പരിപ്പും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയും ഒക്കെയാണ് ഇടുന്നത്. പിന്നെ നമ്മൾ തൂമിക്കുന്ന നേരത്താണ് പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കായപ്പൊടിയൊക്കെ ഇടുക കേട്ടോ. ഓക്കെ, നമ്മളിവിടെ മലപ്പുറത്ത് തൂമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കടുക് താളിക്കൂലേ, അതിനാണ് തൂമിക്കുക എന്ന് പറയണേ കേട്ടോ. പിന്നെ അപ്പം നമ്മൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ സാമ്പാറൊക്കെ ഏകദേശം ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കത് നേരെ ഇനി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിനിയും ഇഡ്ഡലിക്കുള്ള വെള്ളം എടുക്കാം. ടാപ്പിൽ നിന്ന് നല്ല കുടിവെള്ളം തന്നെയാണ്. അങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്കത് ഗ്യാസിലേക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ, അരി ഇടാൻ. അത് നമ്മൾ കറണ്ട് അടുപ്പുമ്മല വെക്കണേ. അതാകുമ്പോൾ അവിടെ കിടന്ന് അതങ്ങനെ വെന്തോളും. അങ്ങനെ അതാ കറി വിസിലടിച്ചു, നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചു, അതിലേക്ക് നമുക്ക് അരി ഇടാം കേട്ടോ. അപ്പം അരി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ കറിക്ക് നമുക്ക് തൂമിച്ചാനായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക്, ഉലുവ പിന്നെ കുറച്ച് സാമ്പാർ പൊടി കായപ്പൊടി ഇട്ടിട്ട് നമ്മൾ കറിയായി ഒഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ, ചായ അടിക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകാൻ. അപ്പോൾ ഇക്കാക്ക് ചായ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ വറ്റിക്കാമെന്ന് വിചാരിച്ചു, മീൻ മുളക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിവിടെയൊക്കെ മുളക് ഇടാമെന്നാണ് പറയുക. നമ്മൾ മീൻ വറ്റിച്ച് വെക്കണതിനാണ് മുളക് ഇടാമെന്ന് പറയുക. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ടിട്ട് കുറച്ച് ചുമന്ന മുളകും ചുമന്നുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. അതൊന്ന് വഴണ്ട് വന്നാൽ നമുക്ക് അതിലേക്ക് ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുക. ഞാനിവിടെ തക്കാളി പേസ്റ്റ് ആക്കുക ചെയ്യുക കേട്ടോ. മിക്സിയിൽ നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിക്കും. അതൊഴിച്ച് കഴിഞ്ഞിട്ട് അത് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് കുറച്ച് കുടംപുളിയും നമ്മൾ മീനും അതിലേക്ക് ഇട്ടിട്ട് വറ്റിച്ചെടുക്കുക. അങ്ങനെയാണ് എൻ്റെ മുളകിട്ടത് കേട്ടോ. ഓക്കെ, അങ്ങനെ മുളകിട്ടത് ഉണ്ടാക്കിയിട്ട് അതാവുമ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഉച്ചക്കൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ മറ്റു പണികളൊക്കെ നോക്കിയാൽ മതിയല്ലോ. മറ്റേത് എല്ലാം കൂടെ തിരക്കായിരിക്കും. പിന്നെ ഇക്കൊക്കെ ചില ദിവസങ്ങളിൽ ചോറ് കൊണ്ടുപോകലുണ്ട് രാവിലെ തന്നെ. മിക്കവാറും ദിവസങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ഇതേപോലെ ചില നേരത്തെ പോകേണ്ട ആവശ്യമുള്ള ദിവസങ്ങളിൽ മാത്രമേ ഉച്ചക്കൊക്കെ ചോറ് കഴിക്കാൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മീൻ കറി റെഡി ആവാനായിട്ടുണ്ട്. മീൻ അതിലേക്ക് ഇട്ടിട്ട് അതടച്ച് വെക്കാം കേട്ടോ നമുക്ക്. എന്നാൽ പിന്നെ അവിടെ കിടന്ന് വെന്തോളും. അപ്പോഴേക്കും നമ്മൾ ചോറ് എന്തായിട്ടുണ്ട് നോക്കാം. അവിടെ അപ്പുറത്ത് അരിയിട്ടിട്ട് കുറച്ച് നേരം ആയല്ലോ, അപ്പോൾ ചോറ് വേവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അടച്ച് വെക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ചായ കുടിക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പണി നോക്കാമല്ലോ. അങ്ങനെ ഞാൻ ഇഡ്ഡലിയും സാമ്പാറും കൂട്ടിയിട്ട് ചായ കുടിച്ചു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇഡ്ഡലിയും സാമ്പാറും. അപ്പം എല്ലാവരും ഇഡ്ഡലി സാമ്പാർ ദോശ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഞാനും അങ്ങനെയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച് ഞാൻ ഇന്ന് പുറത്തേക്കേ നോക്കിയിട്ടില്ല അടുക്കള ഭാഗത്തേക്ക്. കാരണം ഇന്ന് കുറച്ച് എണീക്ക ലേറ്റ് ആയതുകൊണ്ട് നേരെ അടുക്കളയ്ക്ക് വന്നതാണ്. അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ അതാ ഇപ്പോഴും തണുപ്പും കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇന്നലെ വിരിച്ചിട്ട തുണികളൊക്കെ അതാ അയൽമ കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ മീൻ കറി വന്നു. അത് നമ്മൾ ഓഫ് ചെയ്തു. പിന്നെ ഇന്ന് മോൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് അവൾ ഉറങ്ങുക കേട്ടോ, വിളിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വേണം വിളിക്കാൻ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി വലിയ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഇനി ഞാൻ വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെയുള്ളൂ പറയാൻ കേട്ടോ. അപ്പോൾ ബായ്.